സുൽത്താൻ ബത്തേരിയെ കുറിച്ചാണ്. സുൽത്താൻ ബത്തേരിയാണോ അതോ സുൽത്താൻസ് ബാറ്ററിയാണോ അതോ ഇപ്പോൾ ഒരു പുതിയ വിവാദം വന്നതുപോലെ ഗണപതി വട്ടമാണോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സുൽത്താൻ ബത്തേരിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. വയനാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാടിനെ വയൽനാട് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. വയൽനാട് വയലുകൾ കൂടുതലുള്ള പാഡി ഫീൽഡ്സ് കൂടുതലുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് അത് വയൽനാടായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന സുൽത്താൻ ബത്തേരി. അത് വർഷങ്ങൾക്ക് മുന്നേ ഇത് സുൽത്താൻ ബത്തേരി ഒന്നും അല്ലായിരുന്നു, നൂറ്റാണ്ടുകൾക്ക് മുന്നേ. 13-ാം നൂറ്റാണ്ട് വരെ ഏകദേശം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആദിവാസികളാണ്. ഈ 13-ാം നൂറ്റാണ്ടിലാണ് ജൈന മതക്കാർ അങ്ങോട്ട് കുടിയേറ്റം നടത്തിയത്. അത് വിജയനഗര സാമ്രാജ്യത്തിന്റെ സമയത്തായിരുന്നു ഈ ജൈന മതക്കാർ അങ്ങോട്ട് കുടിയേറ്റം നടത്തിയത്. കുറച്ച് പേര് വന്നു, അവിടെ അവരുടേതായ ഒത്തിരി ഫാമിലികൾ അവിടെ വന്ന് സ്റ്റേ ചെയ്തു. അവരവരുടേതായ ഒരു അമ്പലം അവിടെ പണിഞ്ഞു. അതാണ് ഇപ്പോഴും സുൽത്താൻ ബത്തേരിയിലുള്ള ആ ഒരു ജൈന മത ക്ഷേത്രം അഥവാ ഗണപതി വട്ടം എന്നറിയപ്പെടുന്നതെന്നാണ് ഒരുപാട് റെഫറൻസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത്. നമുക്കറിയാം 1782 തൊട്ട് 1799 വരെയാണ് ടിപ്പു സുൽത്താൻ ഭരണകാലം. ആ സമയത്തൊക്കെ നമുക്ക് അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കാട്ടിയും ഒത്തിരി നാട്ടുരാജ്യങ്ങളായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചിൻ, മലബാർ, അങ്ങനെയൊക്കെ ട്രാവൻകൂർ, അങ്ങനെയൊക്കെ ഒത്തിരി നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ടിപ്പു സുൽത്താന് ഈ കേരളത്തിന്റെ ഭാഗങ്ങളും പിടിച്ചെടുക്കണം എന്നൊരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം പല നാട്ടുരാജാക്കന്മാരെ കൂട്ടുപിടിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. നാട്ടുരാജാക്കന്മാരെ കൂട്ടുപിടിക്കുന്നു, നാട്ടുരാജാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു. ചിലർ ടിപ്പുവിനെതിരെ തല്ലുണ്ടാക്കുന്നു, ചിലർ ടിപ്പുമായിട്ട് ചേർന്ന് തല്ലുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കഥകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന സ്ഥലം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള പ്രധാനമായ ഒരു വഴിയുടെ അടുത്തുള്ള ഒരു ക്ഷേത്രമായിരുന്നു എന്നും അതുകൊണ്ടാണ് ആ പ്രത്യേക അമ്പലത്തിനെ ഇദ്ദേഹം കൈക്കലാക്കി അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ യുദ്ധ സാമഗ്രികൾ സൂക്ഷിക്കാൻ തുടങ്ങിയത്. സുൽത്താൻ ബത്തേരി എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ സുൽത്താൻസ് ബാറ്ററി എന്നാണ് പലയിടത്തും നമുക്ക് കാണാവുന്നത്. സുൽത്താൻസ് ബാറ്ററി എന്ന് വെച്ചാൽ സുൽത്താൻ ഈ പറയുന്ന ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. ആയുധങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പറയുന്ന നമുക്കറിയാമല്ലോ, ടിപ്പു സുൽത്താനാണ് ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് വാർഫെയർ ചെയ്തത് എന്നാണ് നമുക്കറിയാൻ വെക്കുന്ന ഒരു കഥ. അപ്പോൾ ഈ ടിപ്പുവിന്റെ റോക്കറ്റുകൾ ബ്രിട്ടീഷുകാർക്ക് പോലും വലിയ തലവേദന ഉണ്ടാക്കിയത്. കാര്യം അവരുടെ പോലും അന്ന് ആ ടെക്നോളജി ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയും പിന്നെ അവർ കോൺക്രീവ് റോക്കറ്റ്സ് എന്നുള്ള റോക്കറ്റുകൾ അവർ നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഈ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനൊക്കും. മറ്റൊരു ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നതാണ്, അവിടെ ഈ ഒരു അമ്പലത്തിനുള്ളിൽ നിന്ന് മൈസൂരേക്ക് ഒരു ടണൽ ഉണ്ടായിരുന്നു എന്ന് ആ കാലത്ത്. അത് ഈ ആയുധ മൂവ്മെന്റുകൾക്ക് ഒക്കെ ആയി ചെയ്ത ഒരു ടണലായിരുന്നു എന്ന് നമുക്ക് അറിയാനൊക്കും. 1799 സുൽത്താൻ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. ഈ ഒരു സമയങ്ങളിൽ തന്നെ 1800 സമയങ്ങളിൽ തന്നെ ജൈനിസം വളരെ കുറവ് ആൾക്കാരിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി. യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും പ്രകൃതി ദുരന്തങ്ങളും ഒത്തിരി മാറ്റങ്ങളും നൂറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരുന്ന ഈ ക്ഷേത്രം പൂട്ടിപ്പോവുകയും അടഞ്ഞു പോവുകയും അത് പിന്നെ ഈ അടുത്ത സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അതിനെ നോക്കി നടത്തുകയും ചെയ്യുന്നു എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്തിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. സുൽത്താൻ ബത്തേരിയിലുള്ളവരുണ്ടെങ്കിലോ അല്ല അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിലോ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ ഒത്തിരി സന്തോഷമാകും. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അതൊക്കെ ആസ്പദമാക്കിയാണ് ഈ സ്ഥലങ്ങൾക്ക് ഇങ്ങനെ പേര് വന്നത്. സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നതും ചരിത്രം, അതിനു മുന്നേ ഗണപതി വട്ടം എന്ന പേര് വന്നതും ചരിത്രം. മാറ്റിയാലും അതങ്ങനെ തന്നെ കാണും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ
ഇനി ഇതുപോലുള്ള ടോപ്പിക്സ് സംസാരിക്കാനായിട്ടുള്ള ഐഡിയാസ് തരിക.